ഒരു എത്ര വർഷം നിങ്ങളെ സ്നേഹിച്ചു, അത് മനസ്സിൽ നിന്ന് പോണം, ഇന്ന് പോണം. പത്രത്തിൽ വാർത്ത വന്നേനെ, കാമുകൻ കാമുകയെ കൊന്ന് കെട്ടിത്തൂക്കി ചത്തു. സത്യം അതായിരുന്നു. സർക്കിളിനകത്ത് കിടന്ന് നീ കരയുവാ വല്ലാണ്ട്. ഇന്ന് രാവിലെ നിന്റെ പുത്തൂരെ വീട്ടിൽ യേശു ഇറങ്ങാൻ പോവാ. നിന്റെ സ്ഥിതിഗതികളെല്ലാം മാറാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ അല്പനിമിഷം ആ ദൈവത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ യേശുവിന് ഈ രാവിലെ ഒന്ന് നന്ദി പറയുമെങ്കിൽ എല്ലാ ദൈവമക്കളും കൂടെ നന്ദി പറഞ്ഞേ. ഞാൻ നിന്നെ ഇവിടെ നിന്ന് കണ്ടപ്പോൾ യേശുവിനോട് പറഞ്ഞു, നീ ജയിലിൽ കിടന്നാന്നും നീ ആത്മഹത്യക്ക് ശ്രമിച്ചാന്നും നിന്റെ മുൻപിലുള്ള എല്ലാ പ്രതിസന്ധിയും ഇന്ന് രാവിലെ എഴുതി തള്ളും ദൈവം. നിന്റെ അമ്മയുടെ ഒരു കരച്ചില് ദൈവത്തിന്റെ അടുത്ത് കിടപ്പുണ്ട്. നിന്റെ അമ്മ വലിയവായി കരഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മയുടെ പേരെന്തുവാ? ശാലിനി. നിന്റെ അമ്മ ഇവിടെ വരും, എന്നെ കാണാൻ വരും. നിന്റെ വീട് രക്ഷപ്പെടും. നിങ്ങളുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം ഉണ്ടാകും. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് അല്പനിമിഷം ഈ മകന് വേണ്ടി എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ഒരു എത്ര വർഷം നിങ്ങളെ സ്നേഹിച്ചു, അത് മനസ്സിൽ നിന്ന് പോണം, ഇന്ന് പോണം, മനസ്സിൽ നിന്ന് മാറണം. വിഷം കുടിച്ചു, ചാവാൻ കുടിച്ച തക്ക സമയത്ത് ഒരാൾ കണ്ടില്ലായിരുന്നെങ്കിൽ ചത്തുപോയനെ. സത്യം. ഒരു വീട്ടിൽ കയറി ഒരാളെ കൊല്ലാൻ നോക്കി. കൊല്ലണമെന്നായിരുന്നോ? അവളെ കൊന്നിട്ട് നീ ചാവണമെന്നായിരുന്നു. നിങ്ങളുടെ സ്ഥലം ഏതാ? പുത്തൂർ. പത്രത്തിൽ വാർത്ത വന്നേനെ, കാമുകൻ കാമുകയെ കൊന്ന് കെട്ടിത്തൂങ്ങി ചത്തു. സത്യം അതായിരുന്നു. ഇന്ന് രാവിലെ എല്ലാ പ്ലാനും ഇവിടെ പൊളിയുവാ. ആദരം തുറന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആദരം തുറന്ന് വിളിച്ചേ. ആ നാമത്തെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ വിളിച്ചേ. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. എന്നോട് ദൈവം പറയുക, സുരാജ് രക്ഷപ്പെടാൻ പോവാ. അവന്റെ അകത്ത് കയറി കൂടിയ കൊല്ലാനും ആത്മഹത്യ ചെയ്യാനുമുള്ള സ്പിരിറ്റുകളെ ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. സഭയൊന്ന് ചേർന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ ആദരം തുറന്ന്. മോനെ, ഞാൻ നിന്നെ കാണുമ്പോ യേശുവിനോട് പറയുന്ന 3 കാര്യം. ഒന്നാമത്തെ കാര്യം, നിന്റെ ജീവിതം അവസാനിപ്പിച്ച് കളയണം. ഇതായിരുന്നു പിശാചിന്റെ ആഗ്രഹം. അതിൽ പിശാച് വിജയിച്ചില്ല. ഇല്ല. ഇന്ന് നീ എലോഹിമി വരണമെന്ന് ദൈവം വിചാരിച്ച നിന്റെ ഉള്ളിലുള്ള ആ പെണ്ണിനെ മനസ്സിൽ നിന്ന് മറക്കണം. മറക്കാൻ ശ്രമിച്ചിട്ടും പോകുന്നില്ല. അവള് കല്യാണം കഴിച്ചു, അവൾക്ക് വേറെ പിള്ളേരുമുണ്ട്. അത് മനസ്സിൽ നിന്ന് കളയണം. ആ മനസ്സിൽ കിടക്കുന്ന സാധനമാ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നീ ഭ്രാന്താശുപത്രിയിലും ഡി അഡിക്ഷൻ സെന്ററിലും വെള്ളമടിക്കാനും എല്ലാം പോകുന്നത് ഇതുകൊണ്ടാണ്. മാനസിക രോഗത്തിന്റെ ഗുളിക കഴിക്കുന്നതും മദ്യപിക്കുന്നതും ഇതുകൊണ്ടാണ്. എന്നോട് യേശു പറയുക, ഇന്ന് രാവിലെ അത് പൊട്ടിമാറാൻ പോവാ. എടാ, ഈ കയ്യെ കെട്ടുന്ന ചിരടുണ്ടല്ലോ, ഇത് വേണ്ട, പൊട്ടിച്ചേരണം എനിക്ക്. നിന്റെ ഭയം ഇന്ന് രാവിലെ നിന്റെ അകത്തുനിന്ന് പോകും. ഒരു ഭയമുണ്ട് ഭയങ്കരമായിട്ട്. മദ്യപിക്കുന്നുണ്ടോ? ഇപ്പോ എത്ര ഗുളിക കഴിക്കുന്നുണ്ട്? ഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. എടാ, 30 വയസ്സുകാരൻ ഇന്ന് രക്ഷപ്പെടും. ഒരു മരുന്നിന്റെ സഹായം ഇല്ലാതെ നീ ഉറങ്ങും. നിനക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാകും. നിന്റെ അമ്മ സ്വപ്നം 60 ദിവസം ജയിലിൽ കിടന്നു. 60 ദിവസം. ദൈവം നിനക്കൊരു ജീവിതം തരും. പക്ഷെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
കിട്ടുന്നില്ല. ഇന്ന് നിന്റെ മനസ്സിൽ നിന്ന് ദൈവം അത് ഡിലീറ്റ് ചെയ്യും. ഈ സംഭവമൊക്കെ നടക്കുന്നത് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ്. നിങ്ങൾ കേൾക്കുന്നു, വയസ്സ് 30 ഇപ്പോൾ ഉണ്ട്. 17ാമത്തെ വയസ്സിൽ നടന്ന സംഭവം അവൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അവൻ ഒത്തിരി അടുത്ത് പോയിട്ടുണ്ട്. ഇതുപോലത്തെ പ്രാർത്ഥനയിൽ അതെ യൂട്യൂബിൽ കണ്ടോ? അതാരും പറഞ്ഞു? ഓ, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞ? ഓ അതെനിക്ക് ആരാന്നറിയത്തില്ല. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആരാന്നില്ല കുഞ്ഞെ, ഇന്ന് നീ രക്ഷപ്പെടും. ഇനിയും മരിക്കാൻ ശ്രമിക്കരുത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും യേശുവിന് നിന്നെ വേണം. നീ ഒന്ന് മുട്ടുകുത്തിയേ. എല്ലാവരും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവനെ നേരെ കര ഒന്നിട്ട് പിടിച്ച് ഒരു നല്ല സുന്ദരനായ യൗവനക്കാരൻ ചെറുക്കൻ. അവൻ്റെ ജീവിതം ഒരു വല്ലാതായിപ്പോയി പ്രിയരെ. അവനെ തിരിച്ചു പിടിക്കേണ്ട നമുക്ക്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവൻ തിരിച്ചു വരുമെന്ന്. എല്ലാവരും കൂടെ ഒന്ന് ആധരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആധരം ഒന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ. എന്നോട് ദൈവം പറയുക, ഇവനെതിരെ ഇവൻ്റെ ആയുസ് തീർത്തു കളയാൻ എഴുതി വെച്ച ഒരു പൈശാചിക ആധിപത്യത്തിൻ്റെ ശക്തിയുണ്ട്. ഇന്ന് രാവിലെ ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാവിലെ ആധിപത്യം പൊട്ടിപ്പോകാൻ തുടങ്ങുക. എല്ലാവരും കൂടെ ആദരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാവുന്നവര് എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. അതിനെ ഞങ്ങളുടെ സുരാജ് തിരിച്ചു വരട്ടെ. അവന്റെ മനസ്സ് മാറട്ടെ. അവൻ ആളു മാറട്ടെ. അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുക. ഇവൻ രക്ഷപ്പെടാതിരിക്കാൻ ഇവനെതിരെ കെട്ടിപ്പൂട്ടി വെച്ച ആധിപത്യം ഈ രാവിലെ ഉടയുന്നതിനാ. എല്ലാ ആധിപത്യം ഉടയട്ടെ. അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ പ്രവർത്തിക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് നന്ദി. ഈ രാവിലെ ഞങ്ങളുടെ മകനെ ദൈവം ആട്ടിമുടി മാറ്റുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ നിമിഷം വ്യാപരിക്കട്ടെ കർത്താവേ. സ്വർഗം അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞെ, ഇനി മരിക്കരുത്. ആ പെണ്ണിൻ്റെ ഓർമ്മ മാറ്റിയേക്ക്. ഇന്ന് മനസ്സിൽ നിന്ന് ഇത് പോകും. നീ അടുത്ത ഞായറാഴ്ച വരണം. നീ വരുമ്പോൾ എന്നോട് പറയും, ഓർമ്മ പോയെന്ന് പറയും. കർത്താവ് ഇന്ന് രാവിലെ ആ ഓർമ്മ ഡിലീറ്റ് ചെയ്യും. നീ ഒരു മരുന്നിൻ്റെ സഹായമില്ലാതെ നീ ഉറങ്ങാനായിട്ട് പോവാ. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കാൻ പോവാ.